വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കല്യാണ ദിവസം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ബ്രൈഡിൻ്റെ സൈഡിൽ വരുമ്പം നമ്മൾ കല്യാണം വളരെ എൻജോയ് ചെയ്യുന്ന ബ്രൈഡിനെ നമുക്ക് കാണാം. ഗ്രൂമിൻ്റെ സൈഡിൽ വരുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ഗ്രൂമിനെയും കാണാം. ഇത് നോർമലായിട്ട് ഒരു 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 കല്യാണ വീട്ടിൽ ഞാൻ എൻ്റെ ഒരു 10-12 വർഷത്തെ അനുഭവം വെച്ച് കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ വെഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് തലേ ദിവസം പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ബ്രൈഡിന്റെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ നോർമലി ഭയങ്കര കളർഫുൾ ആയിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബ്രൈഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. അവർ ആ മൊമെന്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അവരെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അവരുടെ ഫാമിലിയുടെ ഒപ്പം ഒക്കെ ഡാൻസും പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് കളിച്ചിരികളായിട്ട് ഇങ്ങനെ എൻജോയ്മെന്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവും. അപ്പം ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം ബ്രൈറ്റ് സൈഡ് എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല നല്ല പടങ്ങൾ കിട്ടും എന്നുള്ളത് നമുക്കറിയാവുന്നുള്ളതുകൊണ്ട്. പൊതുവെ ഗ്രൂമിന്റെ സൈഡിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് അത്ര താല്പര്യം വരാറില്ലേ. കാരണം എന്താ വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഒരു ദിവസത്തിലുള്ള എല്ലാ പ്രഷറും അവർ ഏറ്റെടുത്ത് ആണ് ഈ ഒരു പരിപാടി പോകുന്നത്. സോ ഇവരുടെ മുഖത്തൊക്കെ ആ ടെൻഷൻ ഭയങ്കര വിസിബിൾ ആയിരിക്കും. എന്നാൽ ബ്രൈഡിന്റെ സൈഡിൽ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ റീസൺ എനിക്ക് പിടികിട്ടിയത് ഈ പ്രഷർ മുഴുവൻ ഈ ഗ്രൂം സൈഡിലുള്ള അല്ലെങ്കിൽ വരന്റെ ആളുകൾ അവർ മൊത്തത്തിൽ എടുക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഈ വരൻ നാളെ നടക്കുന്ന വലിയ കല്യാണത്തെ പറ്റിയിട്ട്, അതിനുള്ള ഒരുക്കങ്ങളെ പറ്റിയിട്ട്, രാവിലെ തൊട്ട് തുടങ്ങിയ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വണ്ടി വിളിച്ച സമയത്ത് വരുമോ എന്നുള്ളതിനെ പറ്റിയിട്ട്, സ്റ്റേജ് ഡെക്കറേഷൻകാർ അവരെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവോ, ഇങ്ങനെയുള്ള പല പല വേവലാതികളും എക്സൈറ്റ്മെന്റിലാണ് അവർ പോകുന്നത്. സോ അവർക്ക് ആ മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് പോകും. ഇതിന് ഒരു പരിഹാരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാനായിട്ട് വേറൊരു ടീമിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകളെ ഇത് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സോ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ കാര്യങ്ങൾ അതായത് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ഒറ്റ കോണ്ടാക്റ്റിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരാളെ വിളിച്ചാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് അറേഞ്ച്ഡ് ആയിട്ടുള്ളത്, എല്ലാം സെറ്റ് അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. മറ്റേത് നമ്മൾ സ്റ്റേജുകാരെ വിളിക്കണം, പിന്നെ കാറിനെ ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരെ വിളിക്കണം, ഫുഡ് ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരെ വിളിക്കണം. ഇതെന്ന് പറഞ്ഞാൽ നൂറ് കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ 100 കോള് ചെയ്യേണ്ടടുത്ത് നമുക്ക് ഒരൊറ്റ കോളിൽ കാര്യങ്ങൾ നടക്കും. സോ നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു റിലാക്സ് മൈൻഡ് നമ്മുടെ ഫോട്ടോസിലൊക്കെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം സൊല്യൂഷൻ ഒന്നാമത്തെ കാര്യം ഈ ഇവന്റ് മാനേജ്മെന്റ് ഓപ്ഷനാണ്. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് കോസ്റ്റ് വരുന്ന പരിപാടിയാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കസിൻ ബ്രദേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺ ബ്രദേഴ്സ് ഉണ്ടാവാം, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റേഴ്സ് ഉണ്ടാവാം. അങ്ങനെ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളെ തന്നെ കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടികൾ കറക്റ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പലരും ചെയ്യാത്ത ഒരു കാര്യവും അത് തന്നെയാണ്. എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ശരിയാവാൻ പോണില്ല. അപ്പോൾ നമ്മൾ വിശ്വസിച്ച ആളുകളെ അവരവരുടെ ഡ്യൂട്ടീസ് ഏൽപ്പിക്കുക, അവരത് ചെയ്യും എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരാളെയും കൂടി അസൈൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു മാനേജർ, ആ മാനേജറുടെ കീഴിൽ കുറേ ആളുകൾ എന്നുള്ള ഒരു സിസ്റ്റം നമ്മുടെ കല്യാണങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരാൾ ബാക്കിയുള്ള ആളുകളെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തോളും എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പം ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണ ദിവസം നമുക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റും. ഈ റിലാക്സേഷൻ നമുക്ക് ആ ഡേ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ കല്യാണത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഈ പ്രഷറും കൂടി വരും. ഇപ്പം ഒരു 10-50 പേര് കൂടുന്ന ഒരു കല്യാണം കൊറോണ സമയത്തൊക്കെ നടന്നിരുന്നു. ആ കല്യാണം നമ്മൾ വളരെ എൻജോയ് ചെയ്തിരുന്നു. അതിൻ്റെ കാരണം ആളുകൾ കുറവാണ്, പ്രിപ്പറേഷൻസും അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതാണ്. ഇനി 50 എന്നുള്ളത് 500 ആയി, 500 എന്നുള്ളത് 1000 ആയി, 1000 എന്നുള്ളത് 1500 ആയി കഴിയുമ്പോൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങും. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇതേപോലെ പ്രഷർ അടിച്ച് ടെൻഷൻ അടിച്ച് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പ്രഷർ അടിക്കും. അങ്ങനെ പ്രഷർ അടിച്ച് അങ്ങനെ ഒരു കല്യാണ ദിവസം ഒരു പ്രഷർ ദിവസമായിട്ട് മാറുമെന്നുള്ളതാണ്. സോ ഈ ഒരു സൊല്യൂഷൻ രണ്ടെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ കീഴിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.